മതത്തിനകത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ചർച്ച ചെയ്യേണ്ട കാര്യം ഈ മതത്തിനൊക്കെ കാരണക്കാരനാകുന്ന പടച്ചവനുണ്ടോ എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണിത്. അതായത് ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? സഹോദര, നിങ്ങൾ പറയുന്നതാണ് ഇല്ല എന്ന്, ഞങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ ഇല്ല എന്ന് പറയാനുള്ള കാരണം കാണുന്നില്ല എന്നാണ് എങ്കിൽ ഞങ്ങൾ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ഞങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലാത്ത പലതിനെയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഓക്സിജനെ വിശ്വസിക്കുന്നു, കാണുന്നില്ല പക്ഷെ അനുഭവിക്കുന്നു. അതേപോലെ കരണ്ടിൽ വിശ്വസിക്കുന്നു, കാണുന്നില്ല പക്ഷെ അനുഭവിക്കുന്നു. അങ്ങനെ ഏത് വിഷയം എടുത്താലും നമ്മൾ അനുഭവിക്കുന്ന പലതിനെയും കാണാത്തതിനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഭൂമിയെ അള്ളാഹു തആല സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് പല ഗ്രഹങ്ങളും ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് അതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, അതെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷെ കൂട്ടിമുട്ടുന്നില്ല. അതേപോലെ തന്നെ വിവേകവും ബുദ്ധിയുമുള്ള മനുഷ്യനെ ഒരു ഭാഗത്തിലൂടെ സൃഷ്ടിക്കുന്നു, ബുദ്ധി ഉണ്ടാവലോടൊപ്പം വിവേകമില്ലാത്ത മൃഗങ്ങളെ വേറൊരു ഭാഗത്തിലൂടെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും വേറെ ഒരു വലിയ ഒരു ശക്തിയുടെ പിൻബലമില്ലാതെ ഒരിക്കലും തന്നെ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിൽ വേറെ ഒരു ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നതും മനസ്സിലാക്കേണ്ടതും. അപ്പോൾ നിങ്ങൾ പറയുന്നത് അതില്ല എന്നാണ്, ബുദ്ധിയുള്ള മനുഷ്യർ മുഴുവനും പറയുന്നു അങ്ങനെ ഒരാൾ അത്യാവശ്യമാണ് എന്ന്. അപ്പം അത് തമ്മിലാണ് സംവാദം നടത്തേണ്ടത്, അല്ലാതെ മതത്തിൻ്റെ ഉള്ളിലുള്ള നിയമങ്ങളെയല്ല മതം പോലും വിശ്വസിക്കാത്ത നിങ്ങളോട് സംവാദം നടത്തേണ്ടത്.